ഏറ്റവും ആദ്യം ഏറ്റവും നിർണായകമായിട്ടുള്ള വാർത്തകൾ നമ്മൾ നൽകി വരികയാണ്. ബൈജു തന്നെ അവിടെ നിന്നുകൊണ്ട് അത് നൽകുകയാണ്. ഇനി നമുക്ക് ഉറ്റുനോക്കാനുള്ളത് ഐബോർഡിന്റെ പരിശോധന. ഒരു മണിയോടുകൂടി ഡ്രോണിന്റെ പരിശോധന, ഇന്റലിജന്റ് ബറീഡ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം എന്ന ഐബോർഡിന്റെ പരിശോധന, അത് ഏത് തരത്തിലാണ് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയുന്ന പോലെ തന്നെ കേന്ദ്രം പോലും പ്രത്യേക അനുമതി നൽകി നോയിഡയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ഡ്രോൺ, അതിൽ കൃത്യമായി നടത്തുന്ന പരിശോധന, അത് മണ്ണിലാണെങ്കിലും മണ്ണിനടിയിലാണെങ്കിലും വെള്ളത്തിലാണെങ്കിലും അതെത്ര ദൈർഘ്യത്തിൽ നടത്താൻ പറ്റും ഈ പരിശോധന എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. മാത്രമല്ല, ഈ പരിശോധന തുടങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ ബൈജു പറഞ്ഞതുപോലെ ഇനി ഉറ്റുനോക്കുന്നത് ക്യാബിനകത്ത് ഉണ്ടോ അർജുൻ, അങ്ങനെയാണെങ്കിൽ ക്യാബിന്റെ ഡോർ തുറക്കാനാവുന്ന ഒരു സാഹചര്യമാണോ എന്നുള്ളതെല്ലാം, ഇതെല്ലാം അറിയാവുന്ന തരത്തിൽ തന്നെ ആയിരിക്കുമോ ഈ ഡ്രോണിന്റെ പരിശോധന? തീർച്ചയായും ഈ മണ്ണിൽ പൂണ്ട വസ്തുക്കൾ 20 മീറ്റർ താഴെയുണ്ടെങ്കിൽ പോലും അത് കണ്ടെത്താൻ ഈ സംവിധാനത്തിന് സാധിക്കും. അതുപോലെ തന്നെ മഞ്ഞിലും വെള്ളത്തിലും 70 മീറ്റർ വരെ താഴ്ചയിൽ ഈ ഉപകരണം വസ്തുക്കളെ തിരിച്ചറിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2.5 കിലോമീറ്റർ വരെ ദൈർഘ്യം ഇതിന് കണ്ടെത്താനാകും. അത്തരത്തിൽ ആധുനിക സാങ്കേതിക വിദ്യ നോയിഡയിൽ നിന്നും എത്തിക്കുമ്പോൾ ഇതിന്റെ ബാറ്ററി ആയിരുന്നു പ്രശ്നം. അത് വിമാനത്തിൽ കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ടാണ് ഇത് വൈകിയത്. രാജധാനി എക്സ്പ്രസ് ട്രെയിനിലായിരുന്നു അല്പസമയം മുമ്പ് ഈ കാർവാറിലെത്തിയത്. അതിനുശേഷം കാർ മാർഗം വലിയ സന്നാഹത്തോടെ പോലീസും ഒക്കെ സുരക്ഷയൊരുക്കി വഴിയൊക്കെ ആ വാഹനത്തിൽ ഈ നഗരത്തിൽ 1.5 മണിക്കൂർ യാത്ര ചെയ്യുമ്പോൾ ഇരുവശങ്ങളിലുമുള്ള ആളുകളെല്ലാം മാറി നിന്ന് അതിന് ഈ ഭാഗത്തേക്ക് കടത്തിവിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും അത്തരത്തിൽ വലിയ അർജുനായുള്ള കാത്തിരിപ്പ്, അതിന് വലിയ തോതിലുള്ള സഹകരണം, ഈ നാട്ടുകാരുടെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഈ കന്നഡ മേഖലകളിലുള്ളവരുടെ സഹകരണം, അവരൊക്കെ ഈ വഴിയൊരുക്കി ആ വാഹനം ഇപ്പോൾ അവിടെ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി ഒരു മണിക്കൂറോ 2 മണിക്കൂറിനകത്ത് തന്നെ നമുക്ക് ആ ചോദ്യത്തിനൊരു ഉത്തരം കിട്ടും. അത് ക്യാബിനകത്ത് തന്നെ ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷ തന്നെയാണ് അല്പസമയം മുമ്പും ഇവിടെ എത്തി ജനപ്രതിനിധികളും പങ്കുവച്ചത്. അത് തന്നെ ആകട്ടെ എന്ന പ്രാർത്ഥനയാണ് ഇപ്പോൾ ഓരോ വീടുകളിൽ നിന്നും ഉയരുന്നത്. അർജുനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്നാണ് അവരുടെ എല്ലാം മനസ്സിലുള്ളത്. എന്തായാലും ഓരോ വീടുകളിലും ഇത്തരത്തിൽ പ്രാർത്ഥന നടക്കുന്നുണ്ട്. നമുക്ക് തന്നെ വ്യക്തിപരമായി തന്നെ നിരവധി പേർ വിളിക്കുന്നുണ്ട്. അവർക്കെല്ലാം അറിയണം എന്തായി, അർജുന് എന്ത് സംഭവിച്ചു, അർജുനെ തിരിച്ചു കിട്ടിയോ, അതല്ല ഇനി വലിയ തോതിലുള്ള ഒരു പുറത്തേക്കോ അങ്ങനെ എന്തെങ്കിലും അത്തരത്തിൽ സംഭവം എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, അതൊക്കെ ഇനി ഈ പരിശോധനയിൽ എല്ലാം വ്യക്തമാകും. അതിന് വളരെ ഇനി മണിക്കൂറുകൾ മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഈ രക്ഷാദൌത്യത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുന്നുണ്ടെന്ന് വേണം പറയാൻ. ആ രീതിയിലുള്ള വളരെ ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി നമുക്ക് ഇവിടുന്ന് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതും അത്രമേൽ പ്രതികൂല കാലാവസ്ഥയിലും വലിയ തോതിലുള്ള തിരച്ചിൽ നടത്തുന്നു. സൈന്യവും കരസേനയും ഒക്കെ, നാവികസേനയും കരസേനയും ഒക്കെ അത്തരത്തിൽ വലിയ തെരച്ചിൽ ഉണ്ട്. ഒപ്പം NDRF-ഉം പോലീസും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉണ്ട്. ആ തുടക്കത്തിൽ വലിയ തോതിലുള്ള സാങ്കേതിക സംവിധാനങ്ങളുടെ പരിമിതി അതൊക്കെ മറികടന്നുകൊണ്ടുള്ള വലിയ തോതിലുള്ള ഇത്തരത്തിലുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും വളരെ വേഗത്തിൽ തന്നെ അർജുൻ അരികിലേക്ക് എത്താൻ സാധിക്കും. അർജുൻ അരികിലേക്ക് ഉടൻ എത്താൻ സാധിക്കുമെന്ന വലിയ പ്രതീക്ഷ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതിന് ഏത് നിമിഷവും നമുക്ക് ആ വാർത്ത കേൾക്കാം. ആ വാർത്തക്കായാണ് നമ്മൾ പരിശോധനയിലേക്ക്, ഐബോർഡ് എന്ന ഇന്റലിജന്റ് ബറീഡ് ഒബ്ജക്ട് ഡിറ്റക്ഷൻ സിസ്റ്റം, ഇതിന്റെ പരിശോധനയിലേക്ക് കടക്കുന്നു. ഈ ബൈജു പറയുന്നതനുസരിച്ച് 1 മണിയോടുകൂടി ഈ ഡ്രോൺ പ്രവർത്തിച്ച് ഉപയോഗിക്കുന്ന സ്കാനർ വഴിയുള്ള പരിശോധന തുടങ്ങുന്നു. അത് 2 മണിക്കൂറിനുള്ളിൽ നമുക്ക് വിവരം ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ. ഏത് തരത്തിലാണ് ലോറിയുടെ സ്ഥാനം, ക്യാബിന്റെ സ്ഥാനം എന്നുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കുന്നു. അങ്ങനെ വിവരം കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായി ഈ ഡൈവേഴ്സ് സംഘത്തിന് പരിശോധനയിലേക്ക് കടക്കുക, താഴോട്ട് കടക്കാനാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. അപ്പോഴും ഈ അടിയൊഴുക്ക് വലിയ വിഷയമായിട്ട് വരുന്ന ഒരു സാഹചര്യം. 6 നോട്ട് മൈൽ സ്പീഡൊക്കെയാണ് ഗംഗാവലി പുഴയുടെ ഒഴുക്കെന്നെല്ലാം വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഈ അടിയൊഴുക്കിനെ അതിജീവിച്ചുകൊണ്ട് ഡൈവേഴ്സ് സംഘത്തിന് ഏത് തരത്തിൽ ഇത് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുമെന്നൊക്കെയാണ് ഇപ്പോൾ നേരിടുന്ന ഒരു ചാലഞ്ച്, വെല്ലുവിളി എങ്ങനെയാണ്? തീർച്ചയായിട്ടും അപർണ, വളരെ ദുഷ്കരമായ ഒരു രക്ഷാ ദൌത്യത്തിനാണ് ഇപ്പോൾ നാവികസേനയും കരസേനയും ഇപ്പോൾ രംഗത്തുള്ളത്. അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ 100 കിലോ ഭാരമുള്ള ഒരു വസ്തു പോലും അടിയൊഴുക്കിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ദുഷ്കരമായ ഒരു സാഹചര്യം. ഒരൊറ്റ മിനിറ്റ് തുടരുക സച്ചിൻ.